നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഏഴാമത്തേതായ ശ്രീരാമൻ തിരു അവതാരമെടുത്ത പുണ്യദിനമാണ് രാമനവമി. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9-ാം ദിവസമാണ് ശ്രീരാമനവമിയായി ആചരിക്കുന്നത്. ശ്രീരാമസ്വാമി അവതാരമെടുത്തത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയും പുണർദം നക്ഷത്രവും ചേർന്ന് വന്ന ദിനമാണെങ്കിലും ഇത്തവണ പുണർദം നക്ഷത്രം ഈ ദിവസമല്ല വരുന്നത്. ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണിത്. കഠിനമായ വ്രതചര്യകൾ ഒന്നുമില്ലാതെ തന്നെ നിഷ്കളങ്കവും പൂർണ്ണവുമായ ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാവുന്നതാണ്. രാമനവമി ദിവസം ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വ്രതമെടുക്കുന്നതും കുടുംബ ഐക്യം, മാനസിക വിഷമങ്ങളിൽ നിന്നുള്ള മോചനം, ധനൈശ്വര്യം, ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കുക, പരസ്പര വശ്യതയുണ്ടാക്കുക, പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം, ആഗ്രഹ സാഫല്യം, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എന്നിവ കൈവരിക്കാനുള്ള ഫലം നൽകുന്നു. ശ്രീരാമനവമി ദിവസം പോലെ തന്നെ എല്ലാ മാസത്തെയും നവമി തിഥിയും പുണർദം നാളും ബുധൻ, വ്യാഴം ദിനങ്ങളും ശ്രീരാമ ഉപാസനയ്ക്ക് നല്ലതാണ്. ഈ ദിവസം നടത്തുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും പൂജാകർമ്മങ്ങൾക്കും ശ്രീരാമചന്ദ്രൻ്റെ മാത്രമല്ല സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും സൂര്യദേവൻ്റെയും നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം ലഭിക്കുന്നു. ഈ ദിവസം സാധാരണ വ്രതങ്ങൾ എടുക്കുന്നത് പോലെ തലേന്ന് മുതൽക്ക് സസ്യാഹാര ഭക്ഷണം, പകലുറക്കം പാടില്ല, ബ്രഹ്മചര്യനിഷ്ഠ തുടങ്ങി എല്ലാ വ്രതനിഷ്ഠകളും പാലിക്കുക. തലേന്ന് ഒരിക്കലൂണെടുക്കുക. നവമി ദിനത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. മഹാവിഷ്ണുവിനുള്ള എല്ലാ വഴിപാടുകളും ശ്രീരാമസ്വാമിക്കും ഉത്തമമാണ്. ഉപവാസമായോ അമ്പലത്തിൽ നിന്നുള്ള നേതിച്ചോറ് കഴിച്ച് ഒരിക്കലായോ ഫലവർഗാദികൾ കഴിച്ചോ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. പിറ്റേന്ന് രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. മൂലമന്ത്രമായ ഓം രം രാമായ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ശ്രീരാമ അഷ്ടകം, അഷ്ടോത്തരം, സഹസ്രനാമം, മറ്റു രാമമന്ത്രങ്ങൾ എന്നിവ ഈ ദിവസം ജപിക്കുന്നതും ഉത്തമമാണ്. ഈ വ്രതമെടുക്കുന്നതിലൂടെ സകല പുണ്യസ്ഥലങ്ങളും തീർത്ഥാടനം നടത്തിയ പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. സകല പാപങ്ങളും നശിക്കുകയും ചെയ്യുന്നു. ബുധദശാകാലമുള്ളവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ്. അഗ്നിബീജമന്ത്രവും അമൃതബീജമന്ത്രവും ചേർന്ന രാമ എന്ന മന്ത്രം ഒരേ സമയം വിഷ്ണു ശൈവ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്നു. കലികാലത്തിലെ സകല കഷ്ടതകളിൽ നിന്നും രക്ഷ നേടാൻ നാമജപത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനമാണ് രാമമന്ത്രങ്ങൾ. ഇപ്രകാരം രാമമന്ത്രങ്ങൾ ജപിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നത് വഴി ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കാൻ ഇടയാകുകയും അതുവഴി സകല ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനും സാധിക്കുന്നു.